അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. മർക്കോസ് 6:6. അവരുടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അവർ അപ്പത്തിൻ്റെ സംഗതി ഗ്രഹിച്ചില്ല. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ എഴുതിയാൽ ഈ ലോകത്തിലെ പുസ്തകങ്ങൾ തന്നെ തികയുകയില്ല എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 3.5 വർഷങ്ങൾ മാത്രം പരസ്യ ശുശ്രൂഷയിൽ ചിലവഴിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും രേഖപ്പെടുത്തുന്നതിന് ഈ ഭൂമിയിലെ പുസ്തകങ്ങൾ തികയില്ല എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പോയ ഇടങ്ങളിലെല്ലാം അത്ഭുതമായിരുന്നു. അവൻ തൊട്ടാൽ രോഗങ്ങൾ സൗഖ്യമാകും. അവൻ്റെ സാന്നിധ്യത്തിൽ ഭൂതങ്ങൾ അലറി വിളിച്ച് ഓടും. കുരുടന് കാഴ്ച, മുടന്തൻ തുള്ളി എഴുന്നേറ്റ് നടക്കുന്നു. വർഷങ്ങൾ ആത്മാവ് അടിമപ്പെടുത്തി വച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്ന് വിടുതൽ. അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി എന്ന് വചനത്തിൽ കാണുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഗ്രഹത്തിൻ്റെ, രോഗസൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ, ദാരിദ്ര്യം മാറിപ്പോയി ഐശ്വര്യം വരുന്നതിൻ്റെ, ശാപം മാറിപ്പോയി അനുഗ്രഹം വരുന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നാം കണ്ടുപിടിക്കാമെന്നിരിക്കെ കർത്താവിന് സ്വന്തം നാട്ടിൽ ഇതാ ഇവിടെ വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ചെയ്യുവാൻ സാധിക്കുന്നില്ല. കർത്താവ് പറയാണ്, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. 5 അപ്പത്തെ 5000 വർദ്ധിപ്പിച്ചു നൽകുന്നു. എന്നാൽ കൂടെയുള്ളവരുടെ ഹൃദയകാഠിന്യം, അവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം ഹൃദയം കല്ലുപോലെ കാഠിന്യമായിരിക്കുക. പരിശുദ്ധ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയങ്ങൾ മാറി അവിടെ മാംസളമായ ഹൃദയങ്ങളെ ഞാൻ നൽകും എന്ന് പ്രവാചക പുസ്തകത്തിൽ നാം കാണുന്നു. പരിശുദ്ധാത്മാവിനാലല്ലാതെ അവിശ്വാസം നീങ്ങിപ്പോകുകയില്ല, ഹൃദയകാഠിന്യം നീങ്ങിപ്പോകുകയില്ല. അന്യഭാഷയിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുമ്പോൾ അവിശ്വാസം നീങ്ങിപ്പോകും, ഹൃദയകാഠിന്യം മാറിപ്പോകും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം അനുകൂലമാക്കി തരുവാൻ കർത്താവായ യേശു ക്രിസ്തു തയ്യാറായി നിൽക്കുമ്പോൾ അവിശ്വാസം അതിനെല്ലാം തടങ്കൽ ഇടുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ തെറ്റായ നിരൂപണങ്ങൾ കൊണ്ടുവരരുതേ. മാംസളമായ ഒരു പുതിയ ഹൃദയം നമുക്ക് തരേണ്ടതിനു വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ അല്പം താഴ്ത്താം. അതിനാലുണ്ടാകുന്ന വിജയം വളരെ വലുതായിരിക്കും.